ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിക്കകത്തും പുറത്തും പടപൊരുതിയ ഒരു വക്കീലിനെ തന്നെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറാക്കിയ മഹാനാണ് നമ്മുടെ മേനോൻ മുഖ്യൻ. കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമായ ഒരു പരിപാടി നടത്തിയിട്ട് മൂപ്പരങ്ങനെ ഒരു കൂസലുമില്ലാതെ നടക്കുകയായിരുന്നു. സംഗതി പുറത്തറിഞ്ഞപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണ് മൂപ്പരുടെ അധികാരത്തിൽ ഞാൻ കൈക്കടത്തില്ലെന്ന് പറഞ്ഞതോടെ സതീശൻ പെട്ടു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ വിശ്വസ്തനായ വക്കീലിനെ, അതും കോടതിക്കകത്തും പുറത്തും ഒരേപോലെ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് കെ ബി പ്രദീപിനെ തന്നെ ഒരു വക്കീൽ കൂടിയായ സതീശൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിൽ നിയമിച്ചത് എന്നതാണ് ഇവിടുത്തെ ഗൗരവമേറിയ വിഷയം. കോൺഗ്രസിൽ തന്നെ നിരവധിയായ മിടുക്കന്മാരായ വക്കീലന്മാർ വേറെ ഉണ്ടായിട്ടും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധം ഒരു കേസിൽ ഇതുവരെ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ വാദിഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്തിന്? സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലുള്ള നിർണായക വിവരങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കൈക്കലാക്കാൻ ഒരവസരം ഒരുക്കുകയാണ് സതീശൻ ചെയ്തതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സംഗതി വിവാദമായതോടെ അയാളോട് രാജിവെക്കാൻ സതീശൻ ആവശ്യപ്പെടുകയും അയാൾ രാജിവെക്കുകയും ചെയ്തെങ്കിലും ഇതിനോടകം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ രക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ അയാൾ കൈക്കലാക്കിയിട്ടില്ലെന്ന് ആർക്കാണ് ഉറപ്പ്? മാത്രമല്ല, ഈ നിയമനവുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ ഒരു നിയമപ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കവേ ഒരു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള സഖാവ് കെ എസ് അരുൺകുമാർ ഉന്നയിക്കുന്നുണ്ട്. ശ്രദ്ധക്കുറവ് സംഭവിച്ചു, അതിൽ തെറ്റ് പറ്റി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു, അദ്ദേഹം രാജിവെച്ചു, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി. തീർച്ചയായിട്ടും ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ശ്രദ്ധക്കുറവ് സംഭവിച്ചു, ആ വീഴ്ച സമ്മതിച്ചു, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഏതായാലും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് ഇത്തരത്തിൽ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും പ്രധാനപ്പെട്ട 2 ചാനലിൽ ഞാൻ ഇതേ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അതേപോലെ തന്നെ KPCC നിയോഗിച്ച കോൺഗ്രസ് പ്രതിനിധികൾ വന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, അവിടെ പ്രതിയുടെ അഭിഭാഷകൻ വാദിയുടെ അഭിഭാഷകനായാലൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ അഭിഭാഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന തരത്തിലാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ഏതായാലും ഈ സംഭവം പുറത്തു വന്ന് 24 മണിക്കൂറിനുള്ളിൽ KPCCക്ക് തിരുത്തേണ്ടി വന്നു, ഗവൺമെന്റിന് തിരുത്തേണ്ടി വന്നു എന്നുള്ളത് ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആശങ്കയടക്കം ഉയർന്നു വന്നു എന്നതുകൊണ്ട് തന്നെയാണ്. 9ാം പ്രതിയായിട്ട് വന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അമിത് ഭണ്ഡാരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, സ്വർണം ഉരുക്കിയെടുത്തിട്ടില്ല, ക്ലാഡഡ് സ്വർണം അല്ലെങ്കിൽ പ്ലേറ്റഡ് സ്വർണം ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു തവണ പൂശിയ സ്വർണത്തിൽ വീണ്ടും പൂശാറില്ല, പുതിയ ഉരുപ്പടി മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് ചാനലുകളിൽ അടക്കം വന്ന് ഡിഫെൻഡ് ചെയ്ത സ്മാർട്ട് ക്രിയേഷൻസിനെ ഡിഫെൻഡ് ചെയ്ത ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, മികച്ച അഭിഭാഷകനാണ്, ഏറ്റവും നല്ല സൗഹൃദത്തിൽ ഇടപെടുന്ന ആളാണ്, ഈ പ്രൊഫഷനിൽ നല്ല വ്യക്തിത്വമുള്ള ക്രെഡിബിലിറ്റി ഉള്ള അഭിഭാഷകൻ തന്നെയാണ്, അതിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ 9ാം പ്രതിക്ക് വേണ്ടി രാജ്യം ഗൗരവത്തോടെ കണ്ട ഒരു കേസിൽ എന്റെ പ്രതിയാണ് ശരി, എന്റെ പ്രതി ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞയാൾ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട് വരുന്നു. അത്തരത്തിലൊരു തസ്തിക ഉണ്ടായിരുന്നില്ല, ആ തസ്തിക പ്രത്യേകം സൃഷ്ടിക്കുന്നു. ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിൽ നോർമലായിട്ട് വരുന്ന അഭിഭാഷകൻ ആരാണോ, ഗവൺമെന്റ് അഭിഭാഷകൻ ആരാണോ, അദ്ദേഹമാണ് ദേവസ്വത്തിന്റെ കേസ് കൈകാര്യം ചെയ്യാറ്. ദേവസ്വം ബോർഡിന് പ്രത്യേകം സ്റ്റാൻഡിംഗ് കൗൺസിലുകളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക തസ്തിക രൂപീകരിച്ച് ഇത്തരത്തിൽ ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിട്ട് നിയമിക്കുന്നു. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് ജനറലാണ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അദ്ദേഹം അത് ഗവൺമെന്റിലേക്ക് അയക്കും. അത് നിയമ സെക്രട്ടറിക്കാണ് ആദ്യം കിട്ടുക. നിയമ സെക്രട്ടറി അത് നിയമമന്ത്രിക്ക് കൊടുക്കും, നിയമമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിക്ക് കൊടുക്കും, അത് മന്ത്രിസഭാ യോഗത്തിൽ വെക്കും. ഇവിടെ നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളാണ്. മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതിയുടെ അഭിഭാഷകൻ വാദിയുടെ അഭിഭാഷകനായിട്ട് വരുന്നത് എന്ന ഗൗരവമായിട്ടുള്ള ചോദ്യം ഇന്നലെ പലതവണ ഞങ്ങൾ ചോദിക്കുമ്പോഴും ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധികൾ അടക്കം ചെയ്തത്. നമുക്കറിയാം, ഇവിടെ സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ചപ്പോഴും അന്ന് ഞങ്ങൾ പറഞ്ഞു ഹണിമൂൺ കാലത്ത് ഇത്തരത്തിലുള്ള അളിയനെ കൊണ്ടുപോയത് ആ ചർച്ചയൊക്കെ വന്നപ്പോഴും ഞങ്ങളെ ആക്ഷേപിച്ചു. പിന്നീട് അത് രാജിവെച്ച് പോകേണ്ടി വന്നു. ഇപ്പോ എന്തൊക്കെയാണോ UDFന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് VD സതീശൻ അടക്കം പല ഘട്ടത്തിലും സൂചിപ്പിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഒരു 25 ദിവസത്തിനുള്ളിൽ നമ്മൾ കാണുകയാണ്. പണ്ട് സൂചിപ്പിച്ചതുപോലെ ജീവിതം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച കഴിഞ്ഞ 10 കൊല്ലം കോൺഗ്രസ് അഭിഭാഷക സംഘടനയ്ക്ക് വേണ്ടി ചോരയും നീരും നൽകിയ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ച അഭിഭാഷകരാരും ഞങ്ങൾക്ക് നിയമനം കിട്ടുന്നില്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ 80 ഗവൺമെന്റ് ലീഡർമാർ വന്നത്, ഏത് റൂട്ടാണ് വന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആരും അല്ല ആശങ്ക ഉന്നയിക്കുന്നത്. കോൺഗ്രസ് അഭിഭാഷക സംഘടനയുടെ പ്രവർത്തകരും സജീവ നേതാക്കന്മാരും എല്ലാം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്, UDF ആണ്. നിയമമന്ത്രി ഒരു അഭിഭാഷകൻ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായിട്ടുള്ള വീഴ്ച എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും നിയമമന്ത്രിക്കും വന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മറുപടി പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകിയേ പറ്റൂ. ചില കുറവുകൾ, ചില വീഴ്ചകൾ വരുമ്പോൾ അത് തിരുത്തുക, അതിനെ ന്യായീകരിച്ച് നാട്ടുകാരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുക എന്നുള്ള നിലപാട് വ്യക്തിപരമായി എനിക്കുമില്ല, ഈ പാർട്ടിക്കുമില്ല. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുറവ് വരുന്ന രീതിയിലുള്ള സംശയത്തിന് ഇട നൽകുന്ന ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സർക്കാർ തീരുമാനിച്ചത്.
അട്ടിമറിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ പുതുതായി നിയമിതനായ പിന്നീട് സ്ഥാനമൊഴിഞ്ഞ ആൾ എന്ന് പറയാൻ, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടോ? അഭിലാഷേ, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ന്യായീകരിച്ചില്ല, ഞങ്ങൾ ഒട്ടും ന്യായീകരിച്ചില്ല എന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ടി.കെ. രാജഗോപാൽ സാറിനോട് ചോദിച്ചാൽ ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ന്യായീകരിച്ചോ എന്ന് കൃത്യമായി മറുപടി പറയും. കാരണം ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ഈ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്ക ശ്രീ ടി.കെ. രാജഗോപാൽ ഈ ചർച്ചയിലൂടെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ എത്ര മോശമായിട്ടാണ് കോൺഗ്രസ് പ്രതിനിധികൾ ആക്രമിച്ചതെന്ന് അറിയും. വളരെ മോശമായി തെറ്റായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ഒരിക്കലും പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു. വെല്ലുവിളിക്ക് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് രാജിവെച്ചു എന്നതുകൊണ്ട് മാത്രമല്ലേ കോൺഗ്രസ് പ്രതിനിധികൾ ഇങ്ങനെ വന്നൊരു എക്സ്പ്ലനേഷൻ നൽകുന്നത്? അങ്ങനെ രാജിവെക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ? ഇന്നലെ പകല് മുഴുവൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം വന്നപ്പോൾ വലിയ അട്ടിമറിയിലേക്ക് ഈ ഗവൺമെന്റ് വെറും 2-3 ആഴ്ച കൊണ്ട് പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴല്ലേ ഈ രാജി വന്നത്. ഇനിയും ഞെട്ടിപ്പിക്കുന്ന വിവരം ഇതേ നീതിന്യായ പീഠവുമായി ബന്ധപ്പെട്ടും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരാൻ പോവുകയാണ്. സണ്ണി ജോസഫ് ഒരാഴ്ച നടത്തിയ വിശദീകരണം എന്താ? ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയല്ലേ, എന്റെ വകുപ്പിൽ തന്നെയല്ലേ ചെയ്തോളൂ, പുറത്തു കൊണ്ടുപോയി ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇതിൽ 3 ആശങ്കകളുണ്ട്. ഒന്ന്, സെപ്റ്റംബർ മാസം 20-ാം തീയതിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അതിന് 3 ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് താങ്ങുപീഠം ഞാൻ കൊടുത്തത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം സെപ്റ്റംബർ 19-ന് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അതായത് പോറ്റി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തി, ഒരു ചാനലിൽ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പിറ്റേ ദിവസം കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം വരുന്നു. പിറ്റേ ദിവസം ആഗോള അയ്യപ്പ സംഗമം. 27-ാം തീയതി, സെപ്റ്റംബർ 27-ാം തീയതി തന്നെ പോറ്റിയുടെ പെങ്ങടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠം കണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ കേസിന്റെ ആരോപണത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അതുകൊണ്ട് പോറ്റിക്ക് കൃത്യമായി കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട്. വി.ഡി. സതീശൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള സാഹചര്യം വരെ ഒരു നാടകമാണ് എന്ന് ഞങ്ങൾ ഊഹിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിന് മുമ്പ് മംഗലാപുരത്തേക്ക് യാത്ര നടത്തുന്നു. ഇതിൽ SIT ചോദ്യം ചെയ്ത പ്രധാനപ്പെട്ട ആ സാക്ഷി അടക്കമുള്ളവർ ആ യാത്രയിൽ അനുഗമിക്കുന്നു. അവിടെ പോയി എന്തിന്, ആരായിട്ട് ചർച്ച നടത്തി എന്ന ചോദ്യത്തിന് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള യാത്ര, ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ, എവിടെ, ഒരു ഉത്തരവും കൊടുക്കുന്നില്ല. നമുക്കറിയാം പോറ്റിയുടെ ബന്ധം മുഴുവൻ കർണാടകത്തിലാണ്. അവിടെ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നതാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബന്ധവും കർണാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഗൂഢാലോചനയുടെ തുടക്കം ഈ മംഗലാപുരത്ത് നിന്ന് തന്നെ വീണ്ടും സജീവമായി എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മൂന്നാമതായി, കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ, തൊണ്ടി മുതൽ ബാക്കി കിട്ടാനുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു ഞങ്ങൾ ഇത്തരത്തിൽ സ്വർണം പൂശിയിട്ടില്ല, സ്വർണം അടത്തിയെടുത്തിട്ടില്ല, ഊറ്റിയിട്ടില്ല. പക്ഷേ SIT കണ്ടെത്തുന്നു ഇവർ തന്നെയാണ് സ്വർണം ഊറ്റിയെടുത്തത്, അതിന് പകരം കൊടുത്ത വ്യാജ സ്വർണമാണ്, യഥാർത്ഥത്തിലുള്ള അളവ് വ്യത്യാസം വന്നതെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിലാണ്. അതുകൊണ്ട് തൊണ്ടി മുതൽ കിട്ടേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ അഭിഭാഷകൻ വന്ന് ദേവസ്വത്തിന്റെ വക്കീലും ദേവസ്വം വകുപ്പിന്റെ വക്കീലായി മാറുന്നു. ദേവസ്വം വകുപ്പിന്റെ വാദം എന്താണ്? സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണം പോയിട്ടുണ്ട്, ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണ്, പ്രതികളെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിൽ വാദിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ ഇത്തരത്തിലൊരു പൂശൽ നടത്തിയിട്ടില്ലെന്നും ചാനലുകളിൽ വരെ വന്നിരുന്നു വാദിച്ചയാൾ ഇപ്പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അഭിഭാഷകൻ പ്രതിയുടെ സൈഡിൽ നിന്ന് വാദിയുടെ സൈഡായി മാറിയത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർവചനം കോൺഗ്രസ് നൽകണം, നിയമവകുപ്പ് നൽകണം. അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത ലിസ്റ്റ് എങ്ങനെ ഈ പേര് ഉൾപ്പെട്ടു എന്ന് വരണം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇദ്ദേഹം സമർത്ഥനായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഫോർ ഫോറസ്റ്റോ, ടാക്സോ, GSTയോ മറ്റ് ഫിനാൻസോ ഏത് പദവി അലങ്കരിക്കാം. പക്ഷേ ഒരു കേസിൽ താൻ പ്രതിക്ക് വേണ്ടി ഹാജരായി മാധ്യമങ്ങളിലടക്കം വന്ന് തന്റെ പ്രതിക്കും പ്രതിയുടെ സ്ഥാപനത്തിനും വേണ്ടി വാദിച്ചിട്ട് നേരെ വന്ന് വാദിപക്ഷത്തേക്ക് മാറുന്ന ദേവസ്വം വകുപ്പിന്റെ ഏറ്റവും സ്പെഷ്യൽ ഒരു തസ്തിക സൃഷ്ടിച്ചു വരുന്ന ഒരു വിഷയം, അത് ബാർ കൗൺസിലിന്റെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ചാപ്റ്റർ 6 റൂൾ 33 കൃത്യമായിട്ട്, ചാപ്റ്റർ 2 റൂൾ 33 വകുപ്പുകൾക്ക് വ്യത്യസ്തമാണ്, കോടതി വിധികൾക്ക് വ്യത്യസ്തമാണ്. ചന്ദ്രശേഖർ സോണി വേഴ്സസ് ബാർ കൗൺസിൽ ഓഫ് രാജസ്ഥാൻ പല കേസുകളിലും ഇത്തരം സാഹചര്യങ്ങൾ കോടതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് എന്ന് കൃത്യമായി ഞങ്ങൾ സംശയിക്കുന്നു. ഇവിടെ എല്ലാവരും ഡിഫൻസ് പറയുന്നത് പത്മകുമാറിന്റെ വിഷയമില്ലേ, പത്മകുമാറിനെതിരെ നടപടിയെടുത്തോ, അത് ഞങ്ങൾ പരിശോധിച്ചോളാം. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമയോചിതമായി നടപടിയെടുക്കാൻ പറ്റാത്തത്, കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരുന്നത് ഞങ്ങളുടെ ഒരു കുറവായി പോയി എന്ന് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടപടി സ്വീകരിക്കും. പക്ഷേ ആ കാരണം പറഞ്ഞുകൊണ്ട് ഈ കേസിനെ മുഴുവൻ ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒരു തുണ്ട് സ്വർണം നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. അതുകൊണ്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം, അതിന് നേതൃത്വം കൊടുക്കാൻ നിയമവകുപ്പും നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ സംശയിക്കുന്നു. ഈ തിരുത്തുന്നു എന്നുള്ളതിനെ സ്വാഗതം ചെയ്യുന്നോ? അഭിലാഷേ, ഒരു തിരുത്തൊന്നുമില്ല. ഇപ്പൊ 1-2 കേസ് പുറത്തു വന്ന് ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് വലിയ പ്രതിഷേധം വന്നപ്പോൾ തിരുത്തിയെന്നല്ലാതെ തിരുത്താൻ പുറത്തു വരാൻ നിരവധി കേസുകളുണ്ട്. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരം വരും ദിവസങ്ങളിൽ വരും. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇപ്പൊ MLA അല്ലാതെ മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ചെയ്ത യാത്ര എന്നാണല്ലോ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്.
MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ ഗവൺമെന്റ് ഫീഡർമാരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, അതൊക്കെ നിയമമന്ത്രിക്ക് വിട്ടിരുന്നു, മുഖ്യമന്ത്രിക്ക് വിട്ടിരുന്നു എന്ന് പറഞ്ഞത് സാക്ഷാൽ മുരളീധരൻ തന്നെയാണ്. മുരളീധരൻ പറഞ്ഞല്ലോ അങ്ങ് വിട്ടിരുന്നു, എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്ന സാഹചര്യം. അപ്പോ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കണമെന്നുണ്ട്, 9ാം പ്രതി സ്മാർട്ട് ക്രിയേഷൻസിനെ രക്ഷിക്കണമെന്നുണ്ട്, ഭണ്ഡാരിയെ രക്ഷിക്കണമെന്നുണ്ട്. അത് ആർക്കാണ് ആ രക്ഷിക്കണം എന്നുള്ളത്, അവരാണ് ഈ നിയമത്തിന് പിന്നിലെന്ന് കൃത്യമായി തെളിയിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.